SSLC +2 ക്രിസ്മസ് ചോദ്യപേപ്പർ ചോർച്ച ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. സംസ്ഥാന പോലീസ് മേധാവിയുടേതാണ് ഉത്തരവ്. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, എന്തൊക്കെ കാര്യങ്ങളാണ് അന്വേഷണ പരിധിയിൽ? ലിബീഷ്, SSLC +2 ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട ഈ വിഷയം അതീവ ഗൌരവത്തോടെ തന്നെയാണ് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നത്. അതായത് വിദ്യാഭ്യാസ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് DGPക്ക് പരാതി നൽകിയിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ DGP അന്വേഷണ ചുമതല ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് മേധാവി H. വെങ്കിടേഷ് ആണ് ഈ അന്വേഷണം നടത്തുക. അന്വേഷണത്തിൽ ഏതായാലും കൃത്യമായി കുറ്റക്കാരെ കണ്ടെത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. അത് മന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു. മന്ത്രി V. ശിവൻകുട്ടി 2 ദിവസം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയിരുന്നത് അത് തന്നെയാണ്. ഏത് തരത്തിലുള്ള ഒരു ചോർച്ചയാണ് നടന്നിട്ടുണ്ടെങ്കിലും അതിനെതിരെ പ്രവർത്തിച്ച കുറ്റകൃത്യം നടത്തിയ ആരായാലും അവർക്കെതിരെ തക്കതായ ശിക്ഷ നൽകും, ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയിരുന്നു. ചോദ്യപേപ്പർ ചോർച്ച, അതായത് പ്രധാനമായും SSLCയുടെ ക്രിസ്തുമസ് പരീക്ഷയുടെ ഇംഗ്ലീഷ് ചോദ്യപേപ്പറും +1ന്റെ ക്രിസ്മസ് പരീക്ഷയുടെ ഗണിതശാസ്ത്ര ചോദ്യപേപ്പറുമാണ് ചോർന്നത്. അത് യൂട്യൂബ് ചാനലിലൂടെ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്ന പട്ടിക തയ്യാറാക്കിയാണ് പുറത്തു വന്നത്. അത് അത്രത്തോളം കൃത്യമായി വന്നതുകൊണ്ട് തന്നെ ഇത് ചോർച്ച സംബന്ധിച്ചുള്ള വിഷയം തന്നെയാണ്. ഇത് മനഃപൂർവ്വം ചോദ്യങ്ങൾ ചോർത്തി നൽകിയെന്ന് ഈ വിദ്യാഭ്യാസ വകുപ്പ് സ്ഥിരീകരിച്ചിരുന്നു. അതിനെ തുടർന്നാണ് പോലീസിൽ പരാതി നൽകുന്നതും ഇപ്പോൾ അന്വേഷണം നടത്തുന്നതും. ഏതായാലും കൃത്യമായ നടപടി ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുമെന്ന് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കിയിരുന്നത്. സ്കൂൾ അധികൃതരോ അധ്യാപകരോ അറിയാതെ ഈ കാര്യം പുറത്തു പോകില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണവും ഉണ്ടാകും. സ്കൂളുകൾക്കുള്ളിൽ അധ്യാപകരും ഈ സ്കൂളുകളുടെ അധികൃതരുമാണ് ഈ ചോദ്യപേപ്പറുകൾ സൂക്ഷിക്കുന്നത്. മോഡൽ പരീക്ഷ ആയതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ രീതികളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന ചോദ്യപേപ്പർ ഇവരുടെ കയ്യിൽ നിന്ന് മാത്രമാണ് നഷ്ടമാവുക. അതുകൊണ്ട് ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. അതിൽ കുറ്റക്കാരെ കണ്ടെത്തി ശക്തമായ നടപടി സ്വീകരിക്കും. വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിലുള്ള ഒരു വിഷയമായിരുന്നില്ല ഇതെങ്കിൽ പോലും ചോദ്യപേപ്പർ ചോർത്തി നൽകുന്നത് വലിയ ഗുരുതരമായ ഒരു പിഴവാണ്. അതുകൊണ്ട് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്തുമെന്ന് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇനി വരുന്ന പരീക്ഷകളിൽ ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രമവും ഉണ്ടാകും. അതിനെ തുടർന്നുള്ള നടപടികളുണ്ടാകും. അധ്യാപകർ ട്യൂഷൻ സെന്ററുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടോ, ട്യൂഷൻ സെന്ററുകളിൽ പോയി പഠിപ്പിക്കുന്നുണ്ടോ, സ്വന്തമായി ട്യൂഷൻ എടുക്കുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. അതിനുള്ളിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ക്രമക്കേട്, അതായത് ഈ വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ ജോലി ചെയ്ത് ശമ്പളം കൈപ്പറ്റുന്ന അധ്യാപകർ ഇത്തരത്തിലുള്ള പ്രവണതകൾ നടത്തിക്കൊണ്ടു പോവുകയാണെങ്കിൽ കർശനമായ നടപടി സ്വീകരിക്കും. നേരത്തെയും അത് സ്വീകരിച്ച് വന്നതാണ്. ഇനി കുറച്ചുകൂടി കടുപ്പിക്കാനാണ് തീരുമാനമെന്നും നേരത്തെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തി പോലീസ് അന്വേഷണം പുരോഗമിക്കും. പോലീസ് അന്വേഷണത്തിൽ കുറ്റക്കാരെ കണ്ടെത്തും എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ്, അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് നിൽക്കുന്നത്. ലിബീഷ്, ചോദ്യപേപ്പർ ചോർച്ചയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ. വിവരങ്ങൾ നൽകുകയായിരുന്നു വിഷ്ണു കരുണാകരൻ.